വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ അതല്ല, വിവാഹം വേണോ വേണ്ടയോ എന്ന തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക, അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, എങ്കിലും അത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നിൽ ഇരുന്ന് എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമുള്ളൊരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്ക് ഓടിക്കാൻ. ട്രയോ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അതിന് ഭയങ്കര എൻജോയ് ചെയ്തു. ബാക്കി എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റൊക്കെ കുറച്ച് സീൻസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. കൂടെ അഭിനയിക്കാൻ പോകുന്നത് ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പം വേറെ പല പേരുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം സിദ്ദിഖ് ജി എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ സിദ്ദിഖ് ജി തിരക്കിലായതുകൊണ്ട് വേറെ പേരുകളാണ് എന്നോട് പറഞ്ഞത്. ഇത് ഒരുമിച്ച് നല്ല ഞാനങ്ങ് പോയി. ചേച്ചീച്ചെന്താ ഓടിപ്പോകും. അയ്യോ